പാണ്ഡവരുടെ വനവാസകാലത്ത് കാറ്റിൽ നിന്നും വശ്യമായ ഒരു സുഗന്ധം ഒഴുകിയെത്തി. ആ സുഗന്ധം വരുന്നത് ഗന്ധമാദന പർവ്വതത്തിൽ നിന്നാണെന്നും അത് കല്യാണ സൗഗന്ധിക പൂക്കളുടേതാണെന്നും പാഞ്ചാലി മനസ്സിലാക്കി. പൂക്കൾ വേണമെന്നുള്ള മോഹം പാഞ്ചാലി ഭീമനെ അറിയിച്ചു. ഭീമൻ കല്യാണ സൗഗന്ധികം തേടി ഗന്ധമാദന പർവ്വതത്തിലേക്ക് യാത്രയായി. ഒരുപാട് പ്രതിബന്ധങ്ങൾക്ക് ശേഷം ഭീമൻ പർവ്വതത്തിലെത്തി പൂക്കൾ ശേഖരിച്ച് തിരിച്ചെത്തി. സൗഗന്ധിക പൂക്കൾ ഒന്ന് മണത്ത് പോലും നോക്കാതെ പാഞ്ചാലി പറഞ്ഞു, ഹോ, ഇതിന് പറഞ്ഞു കേട്ട് ഭംഗിയൊന്നുമില്ല, മാത്രമല്ല മങ്ങിയ നിറവും എന്ന് പറഞ്ഞ് പൂക്കൾ മാറ്റിവെച്ചു. നിലത്ത് വീണ പൂക്കൾ കണ്ടപ്പോൾ ഭീമൻ ഓർത്തു, ഈ പൂക്കൾക്ക് വാനോളം വിലയുണ്ടാകണമെങ്കിൽ ഹിഡുംബിയുടെ കയ്യിൽ എത്തണമായിരുന്നു. അവൾ ഇതിന്റെ സുഗന്ധം ആസ്വദിച്ചേനെ, പിന്നീട് എന്നെ വാരി പുണർന്നേനെ. പൂക്കൾ കേശത്തിൽ അലങ്കരിച്ച് കാട്ടിലെ സഖിമാർക്കും മൃഗങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുക്കുമായിരിക്കും. പിന്നീട് പൂക്കൾ വാടിക്കരിയുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചേനെ. ചിലപ്പോൾ അവളിലെ എന്നെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും ഈ സൗഗന്ധിക പൂക്കളുടെ മണമായി മാറിയേനെ.